എൻ്റെ പേര് സജ്ജി എബ്രാഹിം. ഞാൻ വരുന്നത് കോതമംഗലത്തു നിന്നാണ്. പക്ഷെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് എൻ്റെ പല ആ, സാധനങ്ങളും എനിക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് ഈ ചൈനയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഞാൻ ചൈനയിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം, പുതിയ പ്രൊഡക്റ്റുകൾ എന്തൊക്കെ വരുന്നുണ്ടെന്നൊന്ന് അറിയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മെയിനായിട്ട് വരുന്നത്. പർച്ചേസിങ് രണ്ടാമത്തെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആദ്യം ഇതൊന്ന് കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. ആ, പക്ഷെ അത് ഞാൻ പല ഏജൻസികളുണ്ട്, പല ടൂർ കമ്പനികൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചൈന പോലെയുള്ള ഒരു രാജ്യത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ചൈനയിലേക്ക്. അപ്പോൾ ചൈന പോലെ ഒരു രാജ്യത്ത് പെട്ടെന്ന് വന്ന ഒരാൾക്ക് കണ്ടെത്തുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു ഞാനൊരു ടൂർ ഓപ്പറേറ്ററെ ഒരിക്കലും ഞാനത് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ ടൂർ കാണിക്കുക, സ്ഥലങ്ങൾ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് എനിക്ക് വേണ്ട ഐറ്റങ്ങൾ കണ്ടെത്തുക. അത് ഏറ്റവും എനിക്ക് ടൈം കുറവായിരുന്നു. അപ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം അത് കണ്ടെത്താൻ ഫോക്സ് റെയിലിൻ്റെ കൂടെ ഞാൻ വന്നുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കൃത്യമായിട്ട് ഗൈഡൻസിൽ ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് ഇന്ന ഏരിയകളിലാണ് നിങ്ങളുടെ സാധനങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കൂ, അവിടെ തന്നെ നമ്മൾ പറഞ്ഞ് അയക്കുകയും ചെയ്ത് നമ്മളിത് കണ്ടു. ഒത്തിരി സാധനങ്ങൾ എനിക്ക് വേണ്ട, ഇപ്പോൾ സപ്പോസ് ഞാൻ കൂടെ വന്ന ഏകദേശം ഒരു 30ഓളം പേര് അവർക്കെല്ലാം സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഞാൻ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ താമസമാണെങ്കിലും പിന്നെ യാത്രകൾ, ആ ടൂർ കണ്ടക്ട് ചെയ്ത് വളരെ നല്ല രീതിയിലാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിനകത്ത്. ഇനിയിപ്പോൾ ഭാവിയിലേക്ക് ഞാൻ വരുന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൻ്റെ കൂടെ തന്നെ വരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ റൂമിൽ താമസിക്കുന്ന റൂംമേറ്റ് അവരൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഹാപ്പി തന്നെയാണ് ആ യാത്രയിൽ. ഒരു ഷോർട്ട് ടൈമിൽ ഇത്രയും നല്ല ഒരു കണ്ടക്ട് ചെയ്ത് അത് നടത്തി. തന്നെയല്ല അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തന്നെയല്ല നമുക്ക് എന്തെങ്കിലും ഐറ്റങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഐറ്റം ആണെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ പ്രത്യേകം ചോദിച്ചിരുന്നു, അപ്പോൾ നിങ്ങളുടെ എന്തൊരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഇവിടെ തന്നെ ചൈനയിലുള്ള കമ്പനിയുടെ ഒരു പാർട്ട്ണറായിട്ടുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തി അവർ വന്ന് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം വിശദീകരിച്ച് കോർഡിനേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്.